അപ്പൊ പാസ് മാർക്ക് കിട്ടാൻ ഈ ഒരു ചാപ്റ്റർ പഠിച്ചാൽ മതി. ഓണം എക്സാമിന്റെ ടോപ്പിക്സ് ക്രിസ്മസിന് ഉണ്ടോ എന്നുള്ളത് എല്ലാവരുടെയും സംശയമാണ്. ഈ ഒരു 4 ചാപ്റ്റർ പഠിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഞാൻ പറ്റും ഫുൾ മാർക്ക് ഈസി ആയിട്ട് വാങ്ങാൻ പറ്റും. ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. സോ പ്ലസ് 2 ഇനി എഴുതാൻ പോകുന്ന എക്സാം ക്രിസ്മസ് എക്സാം ആണ്. യെസ്, ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്തുകൊണ്ടൊരു എക്സാം ആണ്. നിങ്ങൾക്ക് മാർക്ക് കിട്ടിയേ പറ്റൂ. സി മാർക്ക്, നിങ്ങളെ സി മാർക്ക് ഡിസൈഡ് ചെയ്യുന്നത് ക്രിസ്മസ് എക്സാം ആയിരിക്കും അല്ലേ? ഡിസംബർ ജനുവരി മന്തുകളിലൊക്കെയാണ് മക്കളെ സി മാർക്ക് സ്കൂളുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഏതിലെങ്കിലും ആ ഒരു മന്തിൽ കാൽക്കുലേഷൻസ് നടക്കും. അപ്പൊ നന്നായിട്ട് പെർഫോം ചെയ്യുക. നിങ്ങളുടെ 90% പോർഷൻസും ക്രിസ്മസ് എക്സാമിന് ചോദിക്കും. സോ അത് ഏതൊക്കെയാണ്, വെയിറ്റേജ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പെർഫോം ചെയ്യണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ഐഡിയ വേണ്ടേ? ഏതൊക്കെ ചാപ്റ്ററിന് എത്രയൊക്കെ മാർക്ക്, എങ്ങനെയൊക്കെ വെയിറ്റേജ്, ഏതൊക്കെ ചാപ്റ്റർ ഒഴിവാക്കാം എന്നൊക്കെ അറിയണ്ടേ? യെസ്. അപ്പൊ ആദ്യം ഏറ്റവും വലിയ ഡൗട്ട് എന്ന് പറയുന്നത് ഓണം എക്സാമിന്റെ ചാപ്റ്റേഴ്സ് ക്രിസ്മസ് എക്സാമിന് ഉണ്ടോ എന്ന് ഏറ്റവും കുട്ടികൾക്ക് ഡൗട്ട് ഉള്ള ഒരു ചോദ്യം. ക്ലിയർ ചെയ്ത് ഉണ്ട്. ഓണം എക്സാമിന്റെ ചാപ്റ്റേഴ്സ് ക്രിസ്മസ് എക്സാമിനുണ്ട്. വെയിറ്റേജ് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. അതിന് വെയിറ്റേജ് പോലും പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു 20% ചോദ്യങ്ങളും ഓണം എക്സാമിനുള്ള സൊല്യൂഷൻ ഇലക്ട്രോ കെമിസ്ട്രി, ഇപ്പൊ കെമിസ്ട്രിയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് കേട്ടോ. സൊല്യൂഷൻ ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്, ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്, ഈ 4 ചാപ്റ്റർ ഓണം എക്സാമിന് ഫസ്റ്റ് ടേമിന് ഉണ്ടായിരുന്ന ചാപ്റ്റേഴ്സ് ആണ്. അവിടെ നിന്നും 20% ചോദ്യങ്ങൾ ക്രിസ്മസ് എക്സാമിനും ഉണ്ടാകും. അതായത് 15 മാർക്കിനുള്ള ചോദ്യങ്ങൾ അവിടെ നിന്നുണ്ടാവും. മക്കൾ മനസ്സിലാക്കേണ്ട ഒരു ചോദ്യം, കോർഡിനേഷൻ കോമ്പൗണ്ട് ഒറ്റ ചാപ്റ്റർ പഠിച്ചാൽ നിങ്ങൾക്ക് പാസ് മാർക്ക് 21 മാർക്കാണ്. കോർഡിനേഷൻ കോമ്പൗണ്ട് പാസ് മാർക്കിനേക്കാൾ കൂടുതൽ. പക്ഷേ കോർഡിനേഷന്റെ പ്രത്യേകത കഴിഞ്ഞ തവണ ഏറ്റവും ടഫ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നത് ഇവിടെ നിന്നാണ്. ടഫ് ആകാൻ കാരണം ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ചോദ്യങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദിച്ചു. അതായത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്ത ചാപ്റ്റർ ആണ് കോർഡിനേഷൻ. പക്ഷേ ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോയിരുന്നു. വെയിറ്റേജ് നോക്കാം. സൊല്യൂഷനിൽ നിന്ന് 4 മാർക്ക്, ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്ന് 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ, 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ, 5 മാർക്കാണ് ചോദിച്ചത്. കെമിക്കൽ കൈനറ്റിക്സിൽ നിന്ന് ആകെ ഒരേ ഒരു ചോദ്യം, 2 മാർക്കിന്റെ ഒരേ ഒരു ചോദ്യം, 2 മാർക്കായിരുന്നു. 4 മാർക്കാണ്. 1 മാർക്കിന്റെ ഒരു ചോദ്യം, 3 മാർക്കിന്റെ ഒരു ചോദ്യം, 4. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ 21 മാർക്കാണ്. യെസ്. ഹാലോ അൽക്കെയിൻസ് ആൻഡ് ഹാലോരീൻസ് 12, ആൽക്കഹോൾ ഫിനോൾസ് ആൻഡ് ഇതേഴ്സിൽ നിന്നും 12, ആൽഡിഹൈഡ്സ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡിൽ നിന്നും 18 മാർക്ക്. അത് ഓർഗാനിക്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്ററാണ് ആൽഡിഹൈഡ്സ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള ചാപ്റ്ററാണ്. പക്ഷെ ഏറ്റവും ഈസി ആയിട്ട് ഷോർട്ട് കട്ട് ഉപയോഗിച്ച് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. 40 മാർക്കിനുള്ള ചോദ്യങ്ങൾ വന്നത് തന്നെ ഓർഗാനിക്കിൽ നിന്നാണ്. അതേപോലെ കോർഡിനേഷൻ ആണ് ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സ് വന്നത്. പക്ഷെ ഫുൾ മാർക്ക് കിട്ടാൻ 4 ചാപ്റ്റേഴ്സ് പഠിച്ചില്ലെങ്കിലും ഈ 4 ചാപ്റ്റർ ഒഴിവാക്കിയാൽ പോലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ക്ലിയർ അല്ലേ? കാരണം അതിൽ നിന്ന് 20% ഉള്ളൂ. ബാക്കിയുള്ള നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാൻ, അതായത് ചോയ്സ് ഉൾപ്പെടെ ഒരു 75-78 മാർക്കിന് ചോദിക്കും. അതിൽ 60 മാർക്ക് നിങ്ങൾക്ക് മതി. 15 മാർക്കിന്റെ ചോദ്യങ്ങളും ഫസ്റ്റ് ടേമാ. അപ്പൊ ഫസ്റ്റ് ടേം പഠിച്ചില്ലെങ്കിലും ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും 100% അറിയാമെങ്കിൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് നേടാം. ഫസ്റ്റ് ടേം പഠിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷെ ഓർഗാനിക്കിന്റെ ചാപ്റ്റേഴ്സ് ആണ് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല. നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. കൺവേർഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും മക്കളെ. അപ്പൊ നിങ്ങൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇതിൽ ഏതെങ്കിലും 2 ചാപ്റ്റർ പഠിച്ചു വെച്ചോ അല്ലേ? 1-2 ചാപ്റ്റർ നിങ്ങൾക്ക് ഒഴിവാക്കാം. പക്ഷെ എന്തായാലും പഠിച്ചു വെക്കാം. 2 ചാപ്റ്റർ 4 ചാപ്റ്റർ പഠിച്ചില്ലെങ്കിലും ഏകദേശം 62 മാർക്കിനുള്ളതോളം ബാക്കിയുള്ള സെക്കൻഡ് ടേമിന്റെ പോർഷൻസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ചാപ്റ്റർ വെയിറ്റേജ് അറിഞ്ഞു പഠിക്കുക. ഏത് ചാപ്റ്ററിന് എത്ര വെയിറ്റേജ് ആണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞ് മനസ്സിലാക്കി പഠിക്കുക. പ്ലസ് 2 സംബന്ധിച്ച് ആ മാസം പ്രാക്ടിക്കൽ എക്സാമിന്റെ മോഡലൊക്കെ നടക്കും. അപ്പൊ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം മക്കളെ. അത് മാത്രമല്ല ഓരോ പ്രാക്ടിക്കലിന്റെയും എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. എങ്ങനെ ടാബുലേഷൻ നടത്തണം, കാൽക്കുലേഷൻ നടത്തണം, ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാം. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ്, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ അല്ലേ. അപ്പോൾ ബൈ.